ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നന്ദുവിൻ്റെ ട്രെയിനിങ് എങ്ങനെയെങ്കിലും പാസ്സാക്കാതെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നന്ദുവിനെ പുറത്താക്കണമെന്നാണ് അനാമികയുടെ ആഗ്രഹം. അതിനായിട്ട് അനാമികയും വേണുവും രേവതിയൊക്കെ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അനാമികയുടെ ആഗ്രഹം നടക്കുന്നേയില്ല. നമ്മുടെ നന്ദു ആയിട്ട് തന്നെ പുറത്തു വരികയാണ്. അങ്ങനെ ആ നാട്ടിൽ തന്നെ നന്ദുവിന് പോസ്റ്റിംഗ് കിട്ടുകയാണ്. അതിന് പോസ്റ്റിംഗ് കഴിയുമ്പം നമ്മുടെ നയനയ്ക്കും അതുപോലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ദേവയാനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ദേവേനെ നയനയോട് പറയുന്നുണ്ട്, നമുക്ക് നന്ദുവിനെ ഒരു ദിവസം ഇവിടെ വിളിച്ചിട്ട് വീട്ടിലൊരു ട്രീറ്റൊക്കെ കൊടുക്കണം, ഒരു സദ്യ തന്നെ കൊടുക്കണം. ഇതിനു മുമ്പ് ആ കുട്ടിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ നന്ദുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അനാമികയുടെ മുമ്പിൽ വെച്ച് തന്നെ നന്ദുവിന് ഏറ്റവും പുതിയ മോഡൽ ഒരു ഐഫോൺ തന്നെ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യാണ് ദേവയാനി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവിൻ്റെ ട്രെയിനിങ് മുടക്കാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അനാമികയും വേണുവും രേവതിയും കൂടി സംസാരിക്കുന്നുണ്ട് ട്രെയിനറെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. ട്രെയിനർക്കാണെങ്കിൽ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ, നന്ദു തന്നെയാണ് തൻ്റെ കൈയൊക്കെ അടിച്ച് ഒടിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം. ഒരു പെൺകുട്ടി തന്നെയാണ് തന്നെ ആക്രമിച്ചിരിക്കുന്നതെന്നും അത് നന്ദു അല്ലാതെ മറ്റാരും ആയിരിക്കില്ല എന്നും ട്രെയിനറിന് മനസ്സിലാകുകയാണ്. കാരണം നന്ദുവിനെ പോലെ തന്നെ ഉശിരുള്ള, അതുപോലെ തന്നെ നല്ല ഫൈറ്റൊക്കെ ചെയ്യാൻ തയ്യാറുള്ള വേറെ പെൺകുട്ടികൾ ആരും അവിടെ തന്നെ ഇല്ല. അപ്പം നന്ദു തന്നെ തനിക്ക് പണി തന്നാന്ന് മനസ്സിലാകുമ്പം ആ ട്രെയിനറിൻ്റെ ദേഷ്യം ഇരട്ടിക്കുകയാണ് കേട്ടോ. അയാൾ നമ്മുടെ വേണുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട്, അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ആ പെൺകുട്ടി. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അത്രയും വിശ്വസിച്ചില്ല. കാരണം നിങ്ങളുടെ മരുമകൻ അനിയും ആ പെൺകുട്ടിയെ ഒരുപാട് തവണ വിളിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ ചിന്തിച്ചത് അവളുടെ കൈ മാത്രമായിരിക്കില്ല തെറ്റെന്നാണ്. പിന്നെ വേണു പറഞ്ഞപ്പം അതൊന്ന് ബിൽഡപ്പ് ചെയ്ത് പറഞ്ഞതായിരിക്കും. അവൾക്ക് അത്രയും വലിയ കാരാട്ടയൊന്നും അറിയുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ വേണു ചോദിക്കുക, എന്താ സാറേ, എന്ത് പറ്റി, സാറിനും അവൾ പണി തന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ചെറിയ തോതിലൊരു പണി കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടി. 2 അടിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ ആരാ അത് ചെയ്തതെന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. തന്നെ ഞാൻ വീഡിയോ കോളിലൂടെ കാണിക്കാം. എൻ്റെ കൈയൊക്കെ അവൾ അടിച്ചൊടിച്ചിരിക്കുക. അതാരാണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ക്യാമ്പിൽ വെച്ച് ഞാനൊരു ഫൈറ്റ് നടത്തി നോക്കി. അങ്ങനെ ഒരു ആൺകുട്ടിയുമായിട്ട് അവൾ ഫൈറ്റ് ചെയ്ത് അവനെ അടിച്ച് നിലം പരിശാക്കി. അപ്പോൾ പിന്നെ എനിക്ക് ഉറപ്പായി എനിക്ക് ആ ഇരുട്ടടി തന്നതും അവൾ തന്നെയാണെന്ന്. അപ്പോൾ വേണു പറയാണ്, ഇരുട്ടടി അവളുടെ ഒരു വീക്ക്നെസ്സാ. ഒരു ദിവസം ഇവിടെ കയറി വന്ന് എന്നെ രേവതി അടിച്ച് തറയിലാക്കിയിട്ടാണ് അവൾ പോയത്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് അവൾ വന്നത്. കൂടെ അവളുടെ കുറേ ചിങ്കിടികളും ഉണ്ടായിരുന്നു. അപ്പോൾ വേണു പറയാണ്, ഇതും കൂടെ ആരോ ഉണ്ടായിരുന്നു, മറ്റൊരു പെൺകുട്ടി. അത് അവളുടെ കൂട്ടുകാരിയായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ അവളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. എന്തായാലും അവൾക്ക് തിരിച്ച് ഞാൻ പണി കൊടുത്തിരിക്കും. 8ൻ്റെ പണി തന്നെ ഈ മധുസാറ് കൊടുത്തിരിക്കും എന്ന് പറയാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, തനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ബോധ്യമായില്ലേ? അവൾ നല്ല പെൺകുട്ടിയാണ്, അവൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണെന്നൊക്കെയല്ലേ താൻ പറഞ്ഞത്? ഞങ്ങളുടെ മോളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ തന്നെയാണ്. അത് തന്നെയല്ല, ഇവളൊക്കെ ആയിട്ട് പുറത്ത് വന്നാൽ അത് സമൂഹത്തിന് തന്നെ ദോഷമാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ദോഷമാണ് അത്. കാരണം കണ്ട ഗുണ്ടകളുടെ കൂടെ നടക്കുന്ന അവളെ എങ്ങനെ ഒരു ആക്കും? അതുകൊണ്ട് മധുസാർ ഒരു കാര്യം ചിന്തിക്കണം, അവൾ ഒരിക്കലും ഈ ട്രെയിനിങ് പൂർത്തിയാകരുത്. എന്ത് ചതിയിലൂടെയാണെങ്കിലും സാർ അവളെ പുറത്താക്കാൻ തന്നെ നോക്കണം എന്ന് പറയണം. അപ്പം മധു പറയുന്നുണ്ട്, ശരിയാ, ഞാനത് കാര്യം ചിന്തിച്ചു. ഇവളൊന്നും പുറത്ത് വന്നാൽ ശരിയാവില്ല. ഇവളൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് അവൾ ഒരു ആവുമെന്നൊന്നും വിചാരിച്ച് വേണു ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല ഞാനിവിടെ ട്രെയിനറായിട്ടുള്ളിടത്തോളം കാലം എന്ന് പറയണം. അതേസമയം നന്ദുവും കൂട്ടുകാരിയും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരി നന്ദുവിനോട് പറയാണ്, നന്ദു, ഇന്ന് അയാൾ ശരിക്കും ആ ഫൈറ്റ് അവിടെ നടത്തിയത് മഹേഷും നീയുമായിട്ട് തല്ലി തോക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ നീയാണോ അന്ന് അയാളെ തല്ലിയതെന്ന് അയാൾക്ക് നല്ല സംശയമുണ്ട്. അപ്പം നീ അങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അയാളത് ചെയ്തത് എന്ന് പറയുകയാണ്. അപ്പം നന്ദുവും പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലായി. പക്ഷേ നേരെ വന്ന് മഹേഷ് അടിക്കുമ്പം അടി കൊണ്ടുകൊണ്ടൊന്ന് നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇനിയിപ്പം അയാളത് മനസ്സിലാക്കിയാലും എനിക്കൊന്നുമില്ല. ഇയാൾ മറ്റാർക്കോ വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്.
എന്നോട് മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ പെരുമാറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തോ ചതി അയാളുടെ മനസ്സിലുണ്ട്. അത് പുറത്തു കൊണ്ടുവരും. തക്കതായ ശിക്ഷയും കൊടുക്കണം. കാരണം മനസ്സിൽ ഇങ്ങനെയൊക്കെ വച്ചുകൊണ്ട് ട്രെയിനിങ് നടത്തിയിട്ട് എന്താ കാര്യം? ഇയാളും ഒരു നീതിക്കൊന്നും അതീതനല്ലല്ലോ, നിയമത്തിനും നീതിക്കും അതീതനായിട്ടുള്ള വ്യക്തിയല്ല. നമുക്ക് എന്തായാലും അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കണം. ഒരു സസ്പെൻഷനെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയാണ്. അപ്പം കൂട്ടുകാരി പറയുന്നുണ്ട്, എടി അത് നിന്റെ വീട്ടുകാരൊക്കെ വലിയ ആൾക്കാരല്ലേ, അനന്തപുരിയിലെ മൂർത്തി സാറൊക്കെ വിചാരിച്ച ഇയാളെക്കുറിച്ച് ഒരു അന്വേഷണം വരികയും ഇയാളെ പുറത്താക്കാൻ പറ്റുമൊക്കെ ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ നയനേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നയനേച്ചി ആദർശേട്ടനുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിലിടപെടാമെന്നാണ് ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ വഴിയെ തന്നെ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു. അനന്തപുരിയിലാണെങ്കിൽ ചന്തുമോളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. ചന്തുമോളെ ദേവയാനിയും ആദർശും നയനയൊക്കെ സ്നേഹിക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്കങ്ങ് വല്ലാണ്ട് ഇറിറ്റേറ്റ് ആവുകയാണ്. നല്ലാണ്ട് ദേഷ്യം വന്ന് നവ്യ നോക്കുക. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ചന്തുമോളെ എടുത്തുകൊണ്ട് നടക്കുന്നു. നയനയും ആദർശും ജോലി കഴിഞ്ഞ് വരുമ്പോഴേ ചന്തുമോൾ ഓടിച്ചെല്ലുന്നു. അതൊക്കെ കാണുമ്പോൾ നവ്യ ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ്, നയനെക്കൊണ്ട് മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ. വല്യമ്മ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, പക്ഷേ ഇപ്പം വല്യമ്മയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ? ആദർശേട്ടൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കില്ലേ? സത്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, സത്യങ്ങളൊക്കെ പിന്നീട് തെളിഞ്ഞോളും എന്നൊക്കെ. എന്തെങ്കിലും അബിക്ക് ഇത് കൈയുണ്ടോ ആവോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏയ്, അബി അങ്ങനെയൊന്നും ഇപ്പം ചിന്തിക്കില്ല. അബി ഇപ്പം എന്നെയും കുഞ്ഞിനെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുകയാണ്. അതേസമയം നമ്മുടെ ജലജയും ജാനകിയും അനാമികയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ദുരന്തമായി മാറുകയുള്ളൂ. ചന്തുമോളിപ്പം ആദർശിൻ്റെ കുഞ്ഞായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും സ്ഥാനമൊക്കെ നൽകുന്നത്. എന്നെ ദത്തെടുത്ത് കൊണ്ടുവന്നപ്പം അച്ഛൻ മകളായിട്ടൊക്കെ സ്വീകരിച്ചെങ്കിലും അച്ഛൻ്റെ മകളല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്രയൊരു സ്ഥാനമേ ലഭിച്ചിരുന്നുള്ളൂ. ഇതിപ്പം ആദർശിൻ്റെ സ്വന്തം ചോരയല്ലേ, അതുകൊണ്ടല്ലേ എല്ലാവരും എടുത്ത കുഞ്ഞിനെ തലയിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ അബിയുടെ കുഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് അതിനാരെങ്കിലും ഒരു പരിഗണന കൊടുക്കുന്നുണ്ടോ? അച്ഛനും അമ്മയും പോലും അതിനെ ഒന്ന് ശ്രദ്ധിക്കുന്നു പോലുമില്ല. അപ്പം ഉടനെ തന്നെ പറയാണ് ജാനകി, അത് നേരെ തന്നെയാണ് കേട്ടോ. എന്തായാലും ആ കുഞ്ഞിൻ്റെ സമയം കൊള്ളാം, അതുകൊണ്ടല്ലേ ആ സമയത്ത് തന്നെ ഈ ചന്തുമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയത്. അപ്പം അനാമിക പറയാം, ആകെ മൊത്തം ആ കൊച്ചിനെ കൊണ്ട് ബഹളവും ടെൻഷനും ഒക്കെയാണ്. നമുക്കൊരു സമാധാനം പോലും കിട്ടുന്നില്ല. മുഴുവൻ പ്രശ്നങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ആ കൊച്ചിനെയും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഒരു ഉപകാരം ഉണ്ടായി കേട്ടോ, നവ്യയും നയനയും തമ്മിൽ ഒന്ന് തെറ്റിയിട്ടുണ്ട്. നവ്യയ്ക്കാണെങ്കിൽ ഇപ്പം ആദർശിനെ ആ കുഞ്ഞിനെ കാണാൻ വയ്യ. അതുകൊണ്ട് തന്നെ നയനയുമായിട്ട് ഉടക്കുക. രണ്ടുപേരും തമ്മിൽ അത്ര നല്ല സ്നേഹത്തിലൊന്നും അല്ല. അപ്പം ജലജ പറയണം, അതുപോലെ വേറൊരു ഗുണവും ഉണ്ടായിട്ടുണ്ട്. ആ കനകയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ നമ്മുടെ ആദർശിനോട്. ഇപ്പം അതൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. അഭിയോടായിട്ടുണ്ട് സ്നേഹം. ആദർശിനോട് അവർക്കെല്ലാം വെറുപ്പാണ്. ഇങ്ങനൊരു പണിയല്ലേ അവനെ ഒപ്പിച്ച് വച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ അവർ വെറുക്കാതിരിക്കും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇവർ. അങ്ങനെ ഇവർ മൊത്തത്തിൽ ചന്തുമോൾക്കൊരു പണി കൊടുക്കണം എന്ന് തന്നെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക. അബിയാണെങ്കിൽ അബിയുടെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അനഘയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു തീരുമാനമായിട്ടില്ല, അതുപോലെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ എന്തെങ്കിലും പുറത്തു വരും. അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ കൊച്ചിനെയാണെങ്കിൽ ഇപ്പം ആദർശ് സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കുക. അതാ എനിക്ക് മനസ്സിലാവാത്തത്. അവൻ എന്തായാലും അറിയാതെ അവൻ്റെ കുഞ്ഞല്ല എന്ന്. അവൻ അനഘയുമായിട്ട് യാതൊരു പരിചയവും ഇല്ല. പക്ഷെ അവൻ അതിനെ എതിർക്കുന്നില്ല. ആ കൊച്ചിനെ സ്വന്തം കൊച്ചായിട്ടങ്ങ് കൊണ്ടു നടക്കുകയല്ലേ. അവിടെ എനിക്കൊരു സംശയം തോന്നുന്നത്, ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സ്വന്തം കുഞ്ഞിനെ തന്നെ കൊല്ലേണ്ടി വരുമോ എന്നാ എനിക്ക് സംശയം. പിന്നെ അങ്ങനെ വന്നാലും എൻ്റെ നിലനിൽപ്പ് തന്നെയാണ് ഞാൻ നോക്കുന്നുള്ളൂ, അല്ലാതെ മറ്റൊന്നും ഞാൻ നോക്കുന്നില്ല. ചന്തുമോളെ തീർക്കേണ്ടി വന്നാൽ അതും ചെയ്യണം. നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ അകത്ത് പോകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകും. അഴി എണ്ണി അവിടെ കിടക്കും. ആരും പിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. അപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ ഒരു കാര്യം ഏറ്റെടുത്ത് അതിൻ്റെ അവസാനം വരെ കൂടെ നിൽക്കും. പക്ഷെ അതിൻ്റെ പ്രയോജനം ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയാണ്. പ്രയോജനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ഈ അനന്തപുരിയിൽ നിന്ന് ഞാൻ പുറത്തായാൽ പിന്നെ നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാവില്ല. ആ ഒരു ചിന്ത വേണം എന്നൊക്കെ ഇങ്ങനെ അബി പറയുക. അതേസമയം അനഘയാണെങ്കിൽ ആ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ മധുസാറ് അടുത്ത പണി കൊടുക്കാനായിട്ട് ചിന്തിക്കുകയാണ് കേട്ടോ നന്ദുവിന്.
അപ്പോൾ നന്ദു പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അയാൾ ഇനി നമുക്കിട്ട് പണി തരുമ്പം അത് ഷൂട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ മധുസാറാണെങ്കിൽ വന്നിട്ട് മനഃപൂർവ്വം ഒരു ഫൈറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ, ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് അത് നന്ദു ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പ്ലാനിങ് എല്ലാം നന്ദുവും കൂട്ടുകാരിയും കൂടി കാണുകയാണ്. കണ്ടിട്ട് ഈ സംഭവം എല്ലാം വീഡിയോയിൽ എടുക്കുകയാണ്. അങ്ങനെ മധുസാറ് ഈ വേറൊരു പാവപ്പെട്ട കുട്ടിയെ ഇവർ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ അഭിനയിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നന്ദുവിൻ്റെ ഫോണിലുണ്ട് കേട്ടോ. നന്ദു നല്ല രീതിയിൽ അവിടെ അഭിനയിച്ച് വിടുന്നൊക്കെയുണ്ട്. അതിനൊക്കെ ശേഷം നന്ദു ഒരു കേസ് ഫയൽ ചെയ്യാണ് കേട്ടോ, അന്വേഷണം വരുമ്പോഴേക്കും. അപ്പോൾ നന്ദു ആദർശിനോട് വിളിച്ച് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇവിടെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ട്രെയിനർ ശ്രമിക്കുന്നത്. അതിന് പല പല തെളിവുകളുമുണ്ട്. അയാൾ വന്ന സമയം തൊട്ടേ ഇങ്ങനെ ഓരോ ഉപദ്രവങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്ത് എന്നെ ഇവിടുന്ന് പുറത്താക്കാനും ഞാനൊരു ശല്യക്കാരിയാണെന്ന് വരുത്തി തീർക്കാനും ഒക്കെ വേണ്ടി ഒരു ഡ്രാമ പ്ലാൻ ചെയ്തത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അതെൻ്റെ കൈ തെളിവുള്ളിടത്തോളം കാലം അയാളുടെ പണി കളയാൻ ഒരു പാടുമില്ലെന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആഹാ അങ്ങനെ അത്രയ്ക്കൊരു ഭയങ്കരനാണെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ ഒരു ട്രെയിനറായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ നന്ദു. ഇത് നമുക്ക് മുത്തശ്ശനുമായിട്ട് ചർച്ച ചെയ്ത് മുകളിലോട്ട് ഒരു പരാതി നൽകാമെന്ന് പറയാണ്. അങ്ങനെ ആദർശ് ഈ വിവരം മുത്തശ്ശനുമായിട്ട് ചർച്ച ചെയ്യാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ നന്ദുവിന് അവിടെ ട്രെയിനിങ് ക്യാമ്പിൽ പലവിധ പ്രശ്നങ്ങളും ഉണ്ട്. അവിടെ ട്രെയിനറായിട്ട് വന്നിരിക്കുന്ന ആൾ വന്ന സമയം തൊട്ട് നന്ദുവിനെ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാടധികം പണിഷ്മെൻറ്റുകളും മറ്റുമൊക്കെ. ആദ്യം അതൊക്കെ നോർമലായിരിക്കും എന്നാണ് നന്ദു കരുതിയത്. പക്ഷേ പിന്നീട് അയാൾ മറ്റാരെ വിളിച്ച് ഈ വിവരങ്ങളെല്ലാം പറയുകയും നന്ദുവിൻ്റെ കുടുംബ ചരിത്രമൊക്കെ അവിടെ വിളമ്പുകയൊക്കെ ചെയ്തപ്പം നന്ദുവിന് കാര്യം മനസ്സിലായി. മറ്റാരോ ചെയ്യിക്കുന്നതാണ് നന്ദു SI ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഈയിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അയാൾ പ്ലാൻ ചെയ്തപ്പോൾ അത് നന്ദുവും കൂട്ടുകാരിയും കൂടി വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നന്ദുവിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നതായിട്ട്. എന്തായാലും ഇതെന്തെങ്കിലും പരാതി കൊടുത്ത് അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുപ്പിക്കണം എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് തീർച്ചയായിട്ടും ചെയ്യണമല്ലോ, നമ്മുടെ കുട്ടി തന്നെയല്ലേ നന്ദു. ഇനി അല്ലെങ്കിൽ പോലും അവിടെയുള്ള പെൺകുട്ടികളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാനായിട്ട് അയാൾക്ക് എന്താ അധികാരം? അങ്ങനെ നന്ദുവിൻ്റെ ആഗ്രഹമാണ് SI ആവുക എന്നുള്ളത്. ആ ക്യാമ്പിൽ ട്രെയിനിങ് അവൾ പൂർത്തിയാക്കി പുറത്ത് വരിക തന്നെ ചെയ്യണം എന്ന് പറയാം മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശൻ പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട് മുകളിലേക്ക്. അങ്ങനെ നമ്മുടെ ട്രെയിനറിനെതിരെ അന്വേഷണമൊക്കെ വരികയാണ്. അന്വേഷണം വരുമ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ എടുക്കുകയും നന്ദുവിൻ്റെ ഫോണിലെ വീഡിയോ നോക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വരുന്ന സമയത്ത് നന്നായിട്ട് ഈ ട്രെയിനറിനെതിരെയുള്ള തെളിവുകളൊക്കെ കിട്ടുകയാണ്. അതുപോലെ ട്രെയിനർ പല പ്രാവശ്യം നന്ദുവിനെ ഈ എക്സസൈസൊക്കെ ചെയ്യിക്കുന്നത് വീഡിയോ കോളിലൂടെ വേണുവിനെയും അനാമികയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ തെളിവുകളും എല്ലാം കിട്ടുമ്പം മനസ്സിലാകുകയാണ് കേട്ടോ, വേണുവും അനാമികയും ഒക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഇങ്ങനെ പ്രവർത്തിച്ചതെന്നുള്ള കാര്യം. അങ്ങനെ അയാൾക്കെതിരെ തെളിവുകളെല്ലാം വന്ന് അയാളെ പുറത്താക്കാൻ തന്നെ നോക്കുകയാണ്. അങ്ങനെ അയാളെ സസ്പെൻഡ് ചെയ്യുകയാണ് കേട്ടോ ട്രെയിനർ സ്ഥാനത്തുനിന്ന്. അതിന് പകരം മറ്റൊരാൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്ദു അയാളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, സാറ് ഈ പണിയൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. സാർ ആ വേണുവിനും അനാമികയ്ക്കും വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്. അവരെന്നെ ശത്രുവായിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അനാമികയുടെ വിചാരം അവളുടെ ഭർത്താവ് അനിയെ ഞാൻ വളച്ചെടുത്തു എന്നുള്ളതാണ്. അനി എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നു. അനാമിക വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതുപോലെ അനാമികയും അവളുടെ അച്ഛനും ചെയ്യുന്ന പോലുള്ള ഫ്രോഡ് തരങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു SI ആവുക എന്നുള്ളത്. അതിൻ്റെ അരികു എത്തിയപ്പോൾ എന്നെ അതിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത് അവരുടെ അസൂയാണ്. സാറിനെ പോലൊരാൾ അതിനൊന്നും കൂട്ടു നിൽക്കരുതായിരുന്നു. സാർ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, ഈ അനാമികയുടെ അച്ഛൻ വേണുവിനെക്കുറിച്ച് എത്ര കേസുകളുണ്ടെന്ന്. അതുപോലെ തന്നെ അനന്തപുരിയിൽ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് അവിടെ എൻ്റെ ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ച കേസും ഉണ്ട്. അതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ടേ പോവുള്ളൂ സാറേ, അല്ലാതെ വെറുതെ ഒന്നും പോവില്ല എന്ന് പറയാണ്. അങ്ങനെ അയാൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം വേണുവിനോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, താൻ എനിക്ക് തന്നത് വലിയൊരു പണിയായിപ്പോയി, എൻ്റെ പണി കൂടി പോയല്ലോ എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, മധുസാറിന് കഴിവില്ലാതെ പോയത് എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആഹാ ഇപ്പം എനിക്ക് കഴിവില്ലെന്നാണോ താനും തൻ്റെ മകളും പറയുന്നത്? നിങ്ങൾ പറഞ്ഞതനുസരിച്ചല്ലേ ഞാൻ ആ പെൺകുട്ടിയോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊക്കെ ചോദിക്കുകയാണ്.
എന്തായാലും സാറിനും അവളെ കൊണ്ട് പുറത്താക്കാനൊന്നും പറ്റിയില്ലല്ലോ ക്യാമ്പിൽ നിന്ന്. ഇനിയിപ്പം ഞങ്ങളുമായിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. സാറിനെതിരെയോ കേസായി, ഇനി ഞങ്ങൾക്ക് കൂടെ അകത്ത് പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് വേണു അവിടെ നിന്ന് അങ്ങ് കൈയൊഴിയാണ്. അപ്പോൾ ഈ ട്രെയിനറിന് കാര്യങ്ങൾ പിടികിട്ടുകയാണ് കേട്ടോ. വേണുവും രേവതിയും അനാമികയും കൂടെ ഒപ്പിച്ച പണിയാണെന്നും താൻ ശരിക്കും ട്രാപ്പിൽ അകപ്പെട്ടു പോയി എന്ന് നോക്കേ. അങ്ങനെ അയാൾ ചെന്ന് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നന്ദു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. നിന്നോട് ഞാൻ അങ്ങനെ പെരുമാറിയത് നീ ഒരു മോശം പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ്. നീ സമൂഹത്തിന് തന്നെ ദോഷമാണെന്നാണ് ആ വേണു എന്നോട് പറഞ്ഞു തന്നത്. ആവശ്യമില്ലാതെ എല്ലാവരോടും ഫൈറ്റ് ഉണ്ടാക്കുകയും കണ്ട അലവലാതി കൂട്ടുകെട്ടുകളിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് നീ എന്നാണ് വേണു പറഞ്ഞത്. അതുകൊണ്ട് നീ ഒരിക്കലും ഒരു SI ആകരുത് എന്ന് വേണു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സാർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേണുവിനെ പോലെയും അനാമികയെ പോലെയും ഉള്ളവരായിട്ട് കൂടുന്നതിന് മുമ്പ് സാറ് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടിയിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നന്ദു, നീ എനിക്ക് മാപ്പ് തരണം, ഞാൻ എൻ്റെ ജോലി പോകാതെ നീ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുമുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ നന്ദു ട്രെയിനിങ് നല്ല രീതിയിൽ പോവുകയാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞു പോകുന്ന സമയമാണ്. അപ്പോൾ അത് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ നമ്മുടെ നയനയ്ക്കും. ഓക്കെ, അപ്പം നയന വിളിച്ചിട്ട് പറയുന്നുണ്ട് അമ്മയോട്, അമ്മേ നന്ദു വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ കനക പറയാണ്, അവളെന്നും വിളിക്കുമല്ലോ, അവൾ വിളിക്കാറുണ്ട്, ഇപ്പം അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അന്ന് അവിടെ ആ പ്രശ്നമൊക്കെ ഉണ്ടായത് മോളായിട്ട് തീർത്ത് കൊടുത്തില്ലേ, അതിന് അവൾക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അത് ഞാനല്ല ചെയ്തത്, ഞാൻ ആദർശേട്ടനോട് പറഞ്ഞ് ആദർശേട്ടൻ മുത്തശ്ശനോട് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് റെഡിയായതെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ കനക പറയാണ്, ആദർശിൻ്റെ കാര്യമൊന്നും നീ സംസാരിക്കേണ്ട, അവൻ വരുത്തി വച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. ഇനി മൂർത്തി സാറ് ഇടപെട്ടെങ്കിൽ മൂർത്തി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ തീരാറാവുകയാണ്. അപ്പം നന്ദുവും ഫ്രണ്ടും കൂടി ഇന്ന് സംസാരിക്കുക. അപ്പം നന്ദു കൂട്ടുകാരിയോട് പറയുന്നുണ്ട് കേട്ടോ, അത് ഞങ്ങളുടെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങളാണ്. എൻ്റെ ചേച്ചിമാർക്ക് അനന്തപുരിയിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ തന്നെ ആദർശേട്ടനും നയനേച്ചി അനുഭവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാണ് ചന്തുമോളെ അവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാം ബോധ്യമാണ്. അത് അബിയുടെ കുഞ്ഞാവാനാണ് സാധ്യത. പക്ഷേ എന്തായാലും ഞാൻ SI ആയിട്ട് പുറത്തിറങ്ങി കഴിയുമ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കും. ആരാണ് അവിടെ ചതിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ. തെറ്റ് ചെയ്തത് ആരായാലും അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. ആദർശേട്ടൻ്റെ നിരപരാധിത്വമൊക്കെ ഞാൻ തെളിയിക്കുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് വരികയാണ്. നന്ദുവിന് പോസ്റ്റിംഗ് ഒക്കെ ആയിട്ടുണ്ട്. ആ നാട്ടിൽ തന്നെയാണ് പോസ്റ്റിംഗ് ആകുന്നത്. ഇതാകപ്പാടെ അസ്വസ്ഥതയാണ് അനാമികയ്ക്കും വേണുവിനും രേവതിക്കും. അവർ 3 പേരും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, പോസ്റ്റിങ്ങുമായി ഈ നാട്ടിൽ. ഇനിയിപ്പം നമ്മളിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ്റെ പഴയ കേസുകളെല്ലാം അവൾ കുത്തിപ്പൊക്കി അന്വേഷണം നടത്തും. പോരാത്തതിന് അനന്തപുരിയിൽ അന്ന് ഒപ്പിച്ചു വെച്ച പണികളൊക്കെ അവൾ അന്വേഷിക്കും. ഇതൊക്കെ അവൾ നേരത്തെ തന്നെ പറഞ്ഞതാ. ഇതെല്ലാം കൊണ്ട് ആകപ്പാടെ തലവേദന എടുത്തിരിക്കുക. ഇനി അവൾ പോസ്റ്റിംഗ് കിട്ടിയ അഹങ്കാരത്തിന് SI ആയിട്ട് അനന്തപുരിയിലേക്ക് കയറി വരും. ഇതൊക്കെ കാണാൻ എനിക്ക് വയ്യ. ഞാനിനി അനന്തപുരിയിലേക്ക് പോകുന്നില്ലെന്ന് പറയാൻ അനാമിക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ മോളെ, നീ അങ്ങനെയൊന്നും പറയരുത്. അവൾ വരുവോ പോകുമോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതൊന്നും നീ കാര്യമാക്കണ്ട. നീ അനന്തപുരിയിൽ നിന്ന് പോരരുത്. നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തണം എന്നുള്ളത് നിനക്കറിയില്ല എന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് ശരിയാ മോൾ ഉടനെ തന്നെ അങ്ങോട്ട് പൊക്കോ. ഇനിയിപ്പം അവൾ അവിടെ വലിഞ്ഞു കയറി വരും. പിന്നെ അനി അവളുടെ പുറകെ വാലാട്ടി ഇങ്ങനെ പോകും. അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്. മോൾ നേരെ അവിടെ ചെന്ന് അവിടെ തന്നെ താമസിക്കണമെന്ന് പറയാം. അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നന്ദുവിന് പോസ്റ്റിംഗ് ഒക്കെ ആയ വിവരം അറിയുമ്പോഴേക്കും ദേവയാനിയോട് പറയുന്നുണ്ട് നയന, അമ്മേ നന്ദുവിന് പോസ്റ്റിംഗ് ആയിട്ടുണ്ട്, നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണ്. വളരെ സന്തോഷമായി. അന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എല്ലാ പ്രശ്നങ്ങളും മാറി അവളൊരു SI ആയല്ലോ എന്ന് പറയാണ്. അവളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹമായിരുന്നു അവളൊരു നല്ല നിലയിലെത്തണമെന്ന്. ഈ പ്രായത്തിനോടിടയ്ക്ക് അവൾക്ക് ഇങ്ങനൊരു ജോലിയൊക്കെ കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനിയും പറയണം, അതെ നന്ദു മിടുക്കി കുട്ടിയാണ്, അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഇവിടെ ഓരോരുത്തർ പറയുന്ന പോലൊന്നും അല്ല നന്ദു, നല്ല കുട്ടിയാണ് അവൾ അർഹതപ്പെട്ട ജോലിയിൽ തന്നെ എത്തി. നമുക്കൊരു ട്രീറ്റ് കൊടുക്കണ്ടേ നയനയെന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, അയ്യോ ട്രീറ്റ് കൊടുക്കാൻ ഇങ്ങോട്ടൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അനാമികയ്ക്കും മറ്റുള്ളവർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. വേണ്ടമ്മേ, അങ്ങനെയൊന്നും വേണ്ട. വെറുതെ അവളിവിടെ വന്ന് ഓരോരുത്തരുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ആരും ഇവിടെ ഒരക്ഷരവും പറയില്ല. ഞാൻ പറയുന്നതിനപ്പുറമോ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നതിനപ്പുറം ഒന്നും ഇവിടെ ഇല്ല. അവർക്കാർക്കും ഇഷ്ടക്കുറവില്ലാത്തടത്തോളം കാലം നാളെ തന്നെ നന്ദുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ അവൾക്കൊരു സമ്മാനവും വെച്ചിട്ടുണ്ട്. അതും ആ അനാമികയുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാൻ കൊടുക്കും എന്ന് പറയാണ് ദേവയാനി.
അങ്ങനെ നന്ദുവിനെ പിറ്റേ ദിവസം അങ്ങോട്ട് വിളിക്കുകയാണ്. ഒരു നല്ല സദ്യയൊക്കെ തന്നെ ദേവയാനി ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്ദുവിനെ വിളിച്ച് സദ്യയൊക്കെ കൊടുക്കുന്ന കാണുമ്പം അനാമികയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല. അനാമികയും ജലജയും ജാനകിയും കൂടെ പറയാണ്, എന്തിനാണോ അവളെ വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നത്, വല്യമ്മ എന്തുദ്ദേശിച്ചുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പം കരളൊക്കെ കൊടുത്തത് നയനയാന്ന് അറിഞ്ഞപ്പം അവളുടെ വീട്ടുകാരോട് ഒരുപാട് സ്നേഹക്കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ പണി കാണിക്കുന്നത്. ഞാനിവിടെ ഉണ്ടെന്ന് പോലും ചിന്തിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പം ജാനകിയും പറയാണ്, നേരാ, ആ നാശത്തിനെ വീണ്ടും ഇങ്ങോട്ട് വിളിച്ച് കയറ്റുക, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാം. അങ്ങനെ നന്ദു വരെയാണ്. നന്ദുവിനൊരു പുതിയ മോഡൽ ഐഫോൺ തന്നെ വാങ്ങി കൊടുക്കുക കേട്ടോ നമ്മുടെ ദേവയാനി ഗിഫ്റ്റായിട്ട്. ഈ ഗിഫ്റ്റ് നന്ദുവിനുള്ളതാണെന്നും ഇത്രയും നല്ലൊരു പൊസിഷനിൽ എത്തി ജോലിയൊക്കെ വാങ്ങി വന്നതല്ലേ, എൻ്റെ സന്തോഷത്തിൻ്റെ മോക്ക് ഞാൻ തരുന്നതെന്നൊക്കെ പറഞ്ഞ് ദേവയാനി കൊടുക്കുമ്പം അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ്. അനാമിക ദേഷ്യപ്പെട്ട അകത്തോട്ട് കയറിയൊക്കെ പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ നയനയും ദേവയാനിയും കൂടെ പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടൊക്കെയുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി സന്തോഷകരമായ എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്